നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വിഡ്രോവൽ ചെയ്യുന്നതിന് വേണ്ടി വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഡ്രോവൽ ആണ് വരുന്നത്. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വിഡ്രോവൽ സാധ്യമാകുന്നതാണ്. അത് കമ്പനി പറയുന്ന സമയത്ത് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാറ്റസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വിഡ്രോവൽ നടത്തുന്നതിന് വേണ്ടി ടോൺ വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൈനിങ് ബോട്ടിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണക്ട് യുവർ ടോൺ വാലറ്റ് അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബ്ലൂ ബട്ടൺ കാണിക്കുന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം എന്നാണ്. അതായത് ടെലഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഞാനിവിടെ ടോൺ കീപ്പർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിൻ്റെ വാലറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ടോൺ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ടോൺ കീപ്പർ ആൻഡ് ലോഗിൻ ടു യുവർ വാലറ്റ് എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്തോ, ഇനി അതല്ല അതിൻ്റെ താഴെ കാണുന്ന APK ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടോൺ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടോൺ കീപ്പർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടോൺ കീപ്പർ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആദ്യം തന്നെ വരുന്നുണ്ടാകും. അത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കാണിക്കുന്നുണ്ട്. അതിൽ ഓപ്പൺ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് വാലറ്റുകൾ ഇതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 അക്ക പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ റീ എൻ്റർ അടിക്കാൻ പറയും. സെയിം പാസ്വേഡ് തന്നെ ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു വാലറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നതാണ്. ഇവിടെ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഏറ്റവും അവസാനം കാണുന്ന ബ്രൗസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഏറ്റവും മുകളിൽ എക്സ്പ്ലോർ, കണക്റ്റഡ് 2 ഓപ്ഷനുകളുണ്ട്. അതിൽ കണക്റ്റഡിൽ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഇനി നമ്മൾ നേരെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പം നമ്മൾ നേരെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ നേരത്തെ കണ്ട കണക്ട് യുവർ ടോൺ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ ടോൺ കീപ്പർ താഴെ വന്നിട്ടുണ്ടാകും. അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കണക്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് കണക്ട് വാലറ്റ് എന്നുള്ള താഴെ കാണുന്ന ആ ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അടിച്ചിട്ടുള്ള 4 അക്ക പിൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാനത് അടിച്ചു കൊടുത്ത സമയത്ത് നേരെ ഡണ്ണ് കാണിക്കുന്നുണ്ട്. സക്സസ് എന്ന് ഒരു മെസ്സേജ് മുകളിൽ പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടോൺ വാലറ്റ് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോസ് അടിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് എയർ ഡ്രോപ്പിൽ പോയി നോക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ടാസ്ക് ലിസ്റ്റിൽ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും കണക്ട് യുവർ ടോൺ വാലറ്റ് എന്നുള്ളത്. ഇനി നേരെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ടോൺ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഈ വാലറ്റിൽ നമ്മൾ ബ്രൗസറിൽ പോയി നേരത്തെ കണക്റ്റഡ് എന്നുള്ളത് നോക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന അത് ഇവിടെ കണക്റ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇവിടെ കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് റോഡ് മാപ്പ് കാണിക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇംപ്ലിമെൻ്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള അവരുടെ യാത്രകളാണ് ഇവിടെ കാണിക്കുന്നത്. മാർച്ചിൽ, ഏപ്രിൽ, മെയ്യിൽ, ജൂണിൽ, ഇപ്പോൾ ജൂലൈ എത്തി നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലുകളും ഓരോ മാസവും വരുന്ന അപ്ഡേഷനുകൾ ഇവിടെ വരുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു കോയിൻസിന് എത്ര രൂപ കിട്ടും എന്നുള്ളതൊക്കെ ഇവിടെ വരുന്നതാണ്, ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് തന്നെ പോകുന്നു. ഇവിടെ ഹിസ്റ്ററി അടിച്ചു നോക്കിയാൽ ഒന്നുമില്ല ഹിസ്റ്ററി. വാലറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോളറിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അതേപോലെ സെൻഡ്, റിസീവ്, സ്കാന്, സ്വാപ്പ്, ബൈ ആൻഡ് സെല്ല്, സ്റ്റേക്ക് എന്ന് പറയുന്ന ഓപ്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻസുകൾ ഇതിലേക്ക് ആഡ് ആകുന്ന സമയത്ത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും അതേപോലെ തന്നെ സെല്ല് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്വാപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ബൈ ആൻഡ് സെൽ എന്നുള്ളത് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ കിട്ടുന്ന കോയിൻസുകൾ ടോൺ വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.